അതുപോലെ ഈ തോരണം കെട്ട ഒന്ന് സഹായിച്ചടാ. അത് ശരി, ഇത് നിങ്ങളുടെ പെണ്ണുങ്ങളുടെ അയൽക്കൂട്ടുന്ന പരിപാടിയില്ലേ? ഈ തോരണമൊക്കെ നിങ്ങൾ തന്നെ കെട്ടിയാൽ മതി. ഞാനേ ഇവിടെ മൈക്ക് സെറ്റ് കുറയ്ക്കാൻ അതേ ചെയ്യത്തുള്ളൂ. തോരണം കെട്ടാൻ പറ്റിരിക്കും. കുറെ പെണ്ണുങ്ങളുണ്ടല്ലോ ഇവിടെ. എടാ മനേ, എന്തുവാ? എടാ നീ പോയി ആ പങ്കജാക്ഷി അന്നാമേ ജമീലൊക്കെ ഒന്ന് വിളിച്ചോണ്ട് വാടാ. ഞാൻ വിളിച്ചിട്ട് വരാം. എവള് മാർക്കത്തെ എവിടെ പോയി കിടക്കുന്നോ അവ? ശരിയാണോ അവ? ഹലോ 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 എന്താ നീ എന്ത് പണിയാടാ കാണിക്കുന്നേ? എന്താ കുഴപ്പം? എന്താ എടാ ഞാൻ ഇതിനകത്ത് ഒരു പ്രാവശ്യം പറയുമ്പോഴേ 5-6 പ്രാവശ്യമാണല്ലോ വെളിയിൽ വെക്കുന്നേ. എന്റെ പൊന്നിയേച്ചി അത് എക്കോയാ. എന്തോന്ന്? ഈ പരിപാടി ഒന്ന് ഭംഗിയായിക്കോട്ടെ വെച്ച് കൊണ്ടുവന്നാ. ആഹാ, എന്നാലേ അവനെ പിടിച്ച് മാറ്റിട്ടേ നീ കയറി വർക്ക് ചെയ്യും. എടാ അവന്റെ വർക്ക് കൊള്ളത്തില്ലെന്ന്. പിന്നെ അവന്റെ കാശ് നീ തന്നെ കൊടുത്തോളൂ. പിന്നെ പരിപാടി കഴിയുമ്പോ എക്കോടെ കാശി എന്ന് പറഞ്ഞ എന്റെ പിറകെ വന്നേക്കരുത്. നല്ല വിവരം. പെണ്ണുങ്ങളുടെ പരിപാടി നമ്മൾ ചാടിത്തുള്ളി വന്നതാ. വേണമെങ്കിൽ കിടക്കുന്നു. എവള് മാരക്കത്തെ എവിടെ പോയി കിടക്കുമ്പോ ഒരു ഒരുക്കമായില്ല. ആര് പറഞ്ഞു ചേച്ചി ഒരുങ്ങിയിട്ടില്ലെന്ന്? ഞാൻ നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി വന്നേക്കുന്നേ. എങ്ങനെയുണ്ട് ചേച്ചി? നീ ഒരുങ്ങുന്ന കാര്യമല്ല, പിന്നെ സ്റ്റേജ് ഒരുക്കുന്ന കാര്യ. അതിപ്പോ ശരിയാക്കാം. നീ എടിയാണോ നീ? എന്നെ എടിയാ പങ്കജാക്ഷിയൊക്കെ? നീ ഒന്ന് അവളെ വിളിച്ചേ. എന്റെ ചേച്ചി, ഞാൻ വിളിച്ച അവള് വരുവോ? അവളുടെ സ്വഭാവം ചേച്ചിക്ക് അറിയാമല്ലേ? 24 മണിക്കൂർ മൊബൈലും ചെവി വെച്ച് നടക്കലല്ലേ അവളുടെ പണി തന്നെ. എന്താടാ ഇപ്പോഴോ മതിയോ? നീ ആരെയോട് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്? ഓ, അതൊരു റോങ് നമ്പർ ആയിരുന്നേ. റോങ് നമ്പറൊക്കെ മണിക്കൂറുകളോളം വിളിക്കാൻ തുടങ്ങിയ. എടി പങ്കജാക്ഷി, എനിക്ക് നിന്റെ ഈ സ്വഭാവം തീരെ പിടിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല എന്നെ പങ്കജാക്ഷി എന്നൊന്നും വിളിക്കരുതെന്ന്. മിസ് പങ്കു, സ്നേഹമുള്ളവരെ നീ പങ്കീന്ന് വിളിക്കും. പക്ഷെ ഈ മുഖത്തിന് ചേരുന്ന പേരെ മങ്കീന്ന. ബൊക്ക. ഇത് ബൊക്ക മാത്രമേ ഉള്ളൂ. ഇതിന്റെ കൂടെ മെമ്പർ കണി വെച്ച മാലന്റെ അടി. അയ്യോ, ഇത് മെമ്പർ കണിയാനുള്ള മാലയായിരുന്നോ? പിന്നെ ഞാൻ വിചാരിച്ചോ നമുക്ക് എല്ലാവർക്കും കൂടി തലേ ചൂടാനുള്ളതാണെന്ന്. ഇയാളുമാരെ കൊണ്ട് ഞാൻ തോറ്റു. ഇനിയിപ്പോ മെമ്പർ വരുമ്പോ എന്തോ എടുത്ത് കൊടുക്കും? 10-60 വയസ്സായ മെമ്പർക്ക് എന്തിനാ ചേച്ചി മാല? മെമ്പർ ഉള്ള മാല അങ്ങ് ഇട്ടാ മതി. നിലവിളക്ക് എന്തി? അത് ജമീലാത്ത കൊണ്ടുവരാന്നാ പറഞ്ഞിരിക്കുന്നേ. എടി ജമീലെ, അവിടെ വർത്താനം പറഞ്ഞിരിക്കണ്ട, വിളക്കിഞ്ഞു കൊണ്ടുവാ. ഒരു ഉദ്ഘാടനത്തിന് പോലെ വിളക്ക് കൊടുത്താത്ത നമ്മളെ കൊണ്ടാ വിളക്കെടുപ്പിക്കുന്നേ. വിളക്ക്. എടാ ദിവാകര, ഒരു പാട്ട് വെക്കടാ. എടാ, ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്ന നാട്ടുകാരൊന്നും അറിയട്ടടാ. ഇപ്പൊ അറിയിച്ചേക്കാം. നുണ പറഞ്ഞിരിക്കണ കൂട്ടം, അയൽക്കൂട്ടം, ഇത് ബാങ്കുകാരെ പറ്റിക്കാനെ കള്ളപ്പണി ചെയ്തൊരു കൂട്ടം. നുണ പറഞ്ഞിരിക്കലെന്റെ അമ്മണിയെ, നുണ പറഞ്ഞിരിക്കാതെ പണിയെടുക്ക്. ഇതാരാടാ ഈ പാട്ട് വയ്ക്കാൻ പറഞ്ഞത്? എന്റെ പൊന്നിയേച്ചി, അത് ഞാനങ്ങ് വിട്ടല്ല. ചേച്ചിയുടെ ഭർത്താവ് എന്നെ കൊണ്ട് നിർബന്ധിച്ചിടിച്ചതാ. ഓ എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു കെട്ടിയാൽ ഇത് ഞാൻ ഈ പരിപാടി കൊളവാക്കും. എന്റെ ഒരു വിധി. എടാ മനിയേ. എന്തോ അമ്മ? എടാ നിന്റെ അടുത്ത് പടക്കം മേടിക്കാൻ കാശ് തന്നായിരുന്നല്ലോടാ? തന്നായിരുന്നു. എന്നിട്ട് എന്തിയാടാ പടക്കം? അത് ഞാൻ മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കുവാ. കേടാത്തൊന്നുമില്ല, ഞാനത് ഫ്രീസറിനകത്ത വെച്ചേക്കുന്നേ. ഈ മണിക്കുട്ടിന് കാര്യമായിട്ട് അയച്ചതാ, അത് നമുക്കറിയാലോ. ഈ മെമ്പർ വരുമ്പോ ഞാൻ എന്തോ എടുത്ത് പൊട്ടിക്കും. എവനെ കൊണ്ട് ഞാനൊന്ന് ചേച്ചി മെമ്പർ ഇതോടെ പോയി കിടക്കാം. എനിക്കറിയത്തില്ല കൊച്ചേ. അയ്യോ സരള ചേച്ചി, ഇങ്ങോട്ട് വന്നേ. കഴിഞ്ഞ ദിവസം ഞാൻ ഈ മെമ്പറുടെ വീട്ടിൽ ചെന്നപ്പോഴേ അവരാ വാതിൽ തുറന്ന് ഇറങ്ങി വന്നത്. യോ, മെമ്പറിന് മേക്കപ്പ് ഇല്ലാതൊന്ന് കാണണം. വായിക്കാത്ത ഒരൊറ്റ പല്ലുമില്ല. അത് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. പഞ്ചായത്തിൽ കൊണ്ടുവരുത്തവളറിവരോ, കൊമ്പത്തെ കൊമ്പത്തി അറിവരോ, പണ്ട് ആദാമിനെ കൊണ്ടാപ്പിട് തിരിച്ച പെണ്ണിവരോ, അന്നേ അതിന്റെ ഭാര്യയിൽ ഉയരാൻ വന്നൊരു പെണ്ണിവരോ. എന്റെ മെമ്പറ്, ഞാനിപ്പം മെമ്പറിന്റെ കാര്യം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എന്നെ അടിപൊളിയായിട്ട് ഒരുങ്ങി വന്നേക്കുന്നേ. എന്തൊരു ഗ്ലാമറ മെമ്പറാ ഇത്. പല്ലും വിറ്റും നല്ല മുല്ലമുട്ട് പോലെയല്ലേ ഇരിക്കുന്നത്. എന്താ മെമ്പറെ ഈ സൗന്ദര്യത്തിന്റെ ഒരു രഹസ്യം? ഒന്ന് പറഞ്ഞതാ. പോടി അവിടുന്ന്. മെമ്പറെ, ഈ തലമുടി എന്താ മെമ്പറെ വെളുത്തിരിക്കുന്നേ? അത് അരിപ്പൊടിക്കമ്പിയുടെ ഉദ്ഘാടനത്തിന് പോയതാ. ഡൈ ചെയ്യാൻ നടന്നതാ. നീ എന്തെങ്കിലും പറഞ്ഞോ? അല്ല, മെമ്പർക്ക് ഒന്നിനും സമയമില്ലെന്ന് പറയുന്നു. പ്രിയമുള്ളവരെ,
നമ്മുടെ ഈ ഒരുമ അയൽക്കൂട്ടത്തിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന പരിപാടിയുടെ ആദ്യയിനമായ പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നത് ഈ അയൽക്കൂട്ടത്തിലെ അംഗങ്ങളാണ്. അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. തൊഴിലിന്റെ പേരിൽ തരികിട വില ചെയ്താലോ കൂലിയും തുച്ഛമാ. പുല്ലുപറി എന്ന പേരിലും നാട്ടിൽ തെങ്ങും കുറ്റി വരെ മാന്തണം. തൊഴിലിന്റെ പേരിൽ തരികിട വില ചെയ്താലോ കൂലിയും തുച്ഛമാ. പുല്ലുപറി എന്ന പേരിലും നാട്ടിൽ തെങ്ങും കുറ്റി വരെ മാന്തണം. തെങ്ങും കുറ്റി വര മാന്തണം. തെങ്ങും കുറ്റി. നീ എന്താ തെങ്ങും കുറ്റി എന്നെ പറഞ്ഞോണ്ടിരിക്കുന്നേ? ഇയോട് ഒരു തെങ്ങും കുറ്റി പാതി മാന്തി ഇട്ടിട്ടാണ് ഞാൻ വന്നത്. ഇനി ചെന്നിട്ട് വേണം ബാക്കി മാന്താന്. തെങ്ങും കുറ്റി വന്നാ പിന്നെ മാന്ത. പ്രിയമുള്ളവരെ, കാര്യപരിപാടിയിലേക്ക് കിടക്കാം. നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ ഈ പഞ്ചായത്തിന്റെ രോമാഞ്ചകഞ്ചുകമായ സ്ത്രീയുടെ ഉന്നമനത്തിനു വേണ്ടി അനുദിനം പോരാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മിനിമോൾ മെമ്പറാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. മിനിമോൾ മെമ്പറെ ഈ കർമ്മം നിർവഹിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരുമയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ശരിക്കും ഒരു എരുമകൾ തന്നെയാണ്. അല്ല, ഒരുമയുണ്ടെങ്കിൽ ഉലക്കപ്പുറത്തും കിടക്കാൻ തെളിച്ചവരാണ് ഈ ഇരിക്കുന്നവരെല്ലാവരും തന്നെ. നമ്മളെ എനിക്ക് സമയം ഉണ്ടായിട്ടല്ല കേട്ടോ ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനേറ്റത്. പിന്നെ ഈ ഒരുമയിൽ അമ്മച്ചിമാരും ചേച്ചിമാരും വളരെ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നേറ്റത്. 10-28 വയസ്സായ നമ്മൾ അമ്മച്ചിമാര് ഈ മുതുക്കി തള്ള ചെറുപ്പക്കാരി മേക്കപ്പെട്ടോണ്ട് ഒരുങ്ങി എഴുന്നേല് വന്നേക്കല്ലേ പെണ്ണുമ്പിള. ആരുടെ മുതുക്കി തള്ളി? നിങ്ങൾ തന്നെ. ദേ, ഒരു വക തരികട വർത്താനം എന്റെ അടുത്ത് പറഞ്ഞാലുണ്ടല്ലോ, എന്റെ നേരെ കൈ ചൂണ്ടിയാലുണ്ടല്ലോ. കൈ ചൂണ്ടി നീ എന്നാ ചെയ്യൂ? എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. എടി, എന്റെ സ്വഭാവം നിനക്ക് അറിയില്ല. കളി അന്നമ്മേ, എന്താ അന്നമ്മ ഇത്? നമ്മളൊരു പരിപാടി നടത്തുമ്പോ എടി ഇങ്ങനാണോ? നിന്റെ ഭാഷ ശരിയല്ല. ഒന്നുമില്ല, എല്ലാവരുടെ പ്രായത്തെങ്കിലും മാനിക്കണ്ടേ അന്നമ്മേ? ഇങ്ങനാന്ന് നീ പ്രതികരിക്കണം. ഞാൻ ചോദിക്കാം, എന്താ കാര്യം? അല്ല, അവള് പറഞ്ഞത് കേട്ടില്ലേ? മുതുക്കിത്തള്ളാന്ന്. മുതുക്കിത്തള്ളേന്ന് അവള് പറഞ്ഞു വിചാരിച്ച നീ അവളെ തല്ലൂ? ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിൽ എനിക്ക് തീരെ താല്പര്യമില്ല. നീ ഉദ്ഘാടനം ചെയ്യണ്ടേ? നീയൊക്കെ ഒരുമകളല്ലടി, എരുമകളാണ്, എരുമകൾ. ഞാൻ അപ്പഴേ പറഞ്ഞ ഈ കിളവിയെ വിളിക്കണ്ടെന്ന്. അടുത്ത അജണ്ട വിളിക്കും പ്രസിഡന്റെ. അടുത്തതായി സെക്രട്ടറി നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നതാണ്. എടി ജമീല്, നല്ല 4 വർത്താനം പറഞ്ഞേക്കണം. എടാ ദിവാകര, ആ മൈക്കിന്റെ ഓളിയെ നല്ലോണം ഒന്ന് കൂട്ടിയിട്ടാ. അവളുടെ തറവാട് വരെ കേക്കട്ടെ. ഓളിയം കൂട്ടാൻ കാശം കൂടും. എന്നാ ഉള്ള ഓളിയെ മതി. അതാ നല്ലത്. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഒരുമ അയൽക്കൂട്ടത്തിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഈ വാർഷികത്തിൽ എനിക്ക് നല്ല 2 വാക്കുകൾ പറയാനുണ്ട്. നമ്മൾ സ്ത്രീകൾ എല്ലാ മേഖലയിലും പിന്നോക്കം നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇത് കണ്ടുവരുന്നത്. അത് തൊഴിലിന്റെ കാര്യത്തിലാണെങ്കിലും സ്പോർട്സിന്റെ കാര്യത്തിലാണെങ്കിലും. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പാടത്തും പറമ്പിലും പുല്ല് പറിച്ചാൽ നമുക്ക് സർക്കാർ തരുന്നത് വെറും 150 രൂപയാണ്. അതേ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്ന ക്രിക്കറ്റ് കളിക്കാർക്ക് സർക്കാർ നൽകുന്നത് കോടികളാണ്. ഇത് അനുവദിച്ചുകൂടാ. ഒരു അയൽക്കൂട്ടത്തിലെ ചെറുപ്പക്കാരികളും സുന്ദരികളുമായ സ്ത്രീകളെ ഒരു ടീമാക്കി ക്രിക്കറ്റ് കളിക്കാൻ ഗ്രൗണ്ടിലേക്ക് ഇറക്കി വിട്ട നമുക്കും കിട്ടില്ലേ കോടികൾ? കോടികൾ കിട്ടും. ശരിക്കും പറഞ്ഞ എന്റേതൊരു സ്പോർട്സ് ഫാമിലിയാണ്. കടുപണിയൊക്കെ ഇപ്പൊ സ്പോർട്സ് ആക്കി മാറ്റിയാ. ടിവിയിൽ ക്രിക്കറ്റ് കളി വരുന്ന ദിവസങ്ങളിൽ ഞാൻ എന്റെ ഭർത്താവിന് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാറില്ല. ഇത് കേട്ടതൊന്നും അല്ലാത്ത ദിവസം കൊടുക്കും. ശരിക്കും പറഞ്ഞ ഈ അയൽക്കൂട്ടത്തിലെ സ്ത്രീകൾക്ക് ക്രിക്കറ്റ് കളി എന്താണെന്ന് അറിഞ്ഞുകൂടാ. അത്രയ്ക്ക് അങ്ങ് അറിയെങ്കിൽ ഒന്ന് പറഞ്ഞതാ കേക്കട്ടെ. ക്രിക്കറ്റ് കളി എന്താണെന്ന് വെച്ചാൽ ഒരു മുട്ടക്കാട്ടം പന്തെടുത്ത് കാലുകൊണ്ട് തട്ടി 10-20 രൂപ വെട്ടിച്ച് വലയിലോ തടിച്ചു കയറ്റുമ്പോഴല്ലേ ചേച്ചി റൺസ് കിട്ടുന്നേ? ഈ പറഞ്ഞത് ക്രിക്കറ്റ് അല്ല, ഹോക്കിയാ. ഹോക്കി എന്റെ ചേട്ടൻ നന്നായിട്ട് കളിക്കും. ഫുട്ബോളോ? അല്ല, ചീട്ട്, മുച്ചീട്ട്. അത് നിന്റെ കെട്ടിയന് വേറെ പണിയില്ലാണ്ട് കളിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നേന്നാ, സർക്കാരിന്റെ ഈ തെറ്റായ നടപടിക്കെതിരെ സ്ത്രീകൾ മുന്നോട്ട് വരേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ. നിർത്തിക്ക ഒച്ചോണ്ടാക്കാതെ. ജഡ്ജസ് വരാനുള്ള മാർക്ക് വരുന്നുള്ളൂ. എന്നെ കൂടെ തെറ്റിച്ച് മാർക്കിനുള്ള ജഡ്ജസ് വരുന്നുണ്ട്. ഇവിടെ ഒച്ചോണ്ടാക്കാതെ. സാറേ,
പറഞ്ഞോ. എന്റെ മോള് കളിക്കുന്നുണ്ടേ, രണ്ടാമത്തെയാണേ. നല്ല മാർക്ക് ഇടണം കേട്ടോ. ഞാൻ സാറിന് വേണ്ട രീതി കണ്ടോളാം ഇത് കളിക്കുമ്പോ. വേണ്ട വേണ്ട വേണ്ട, എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കണ്ട. നല്ലപോലെ കളിക്കുന്ന കുട്ടിക്ക് മാത്രമേ ഞാൻ പ്രൈസ് കൊടുക്കത്തുള്ളൂ. കാര്യം ഞാൻ പറയാം. സാറേ വെള്ളം വെള്ളം വേണ്ട, ഒരു സോഡ മതിയായിരുന്നു. സോഡ എന്തിനാ സാറേ? ഒരു ക്വാർട്ടർ ഇപ്പം അടിക്കാൻ വേണ്ടിയാ. വേണ്ട, സോഡ വന്ന് എന്നെ സ്വാധീനിക്കണ്ട. സാറേ ഞാൻ സോഡ തരാം. വേണ്ട, സോഡ തരാം സാറേ. സോഡ വന്ന് എന്നെ സ്വാധീനിക്കണ്ട. സാറേ എന്റെ മോള് മൂന്നാമത് കളിക്കുന്നു സാറേ. സാറേ സോഡ തരാം സാറേ. വേണ്ട, എന്ത് പറഞ്ഞാലും നന്നായിട്ട് കളിക്കുന്ന കുട്ടിക്കാ പ്രൈസ് കൊടുക്കത്തുള്ളൂ. ആഹാ, സാറേ എന്തിനാ ഈ പുഴുകാൻ അടി വെച്ചിരിക്കുന്നേ? അത് ഞങ്ങൾ ബുദ്ധിജീവികളുടെ ഒരു സിഗ്നലാണ്. അയ്യോ, അപ്പൊ ഈ മുട്ടനാടിനൊക്കെ എന്നാ ബുദ്ധിയായിരിക്കും. ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് സമയം കളയരുത്. എനിക്ക് വേറെ മാർക്കിടാൻ പോകണ്ട പറഞ്ഞേക്കാം. ആഹാ, ചെസ് നമ്പർ വിളിച്ചേ. ഈ വേദിയിൽ നൃത്ത മത്സരം ആരംഭിക്കുകയാണ്. ചെസ് നമ്പർ 1. വേദിയിൽ ചെസ് നമ്പർ 2. വയനാടൻ മലയിലെ കുറിച്ച പെണ്ണവൾ പുലി പോലെ ചീറ്റുന്ന നീലിപ്പെണ്ണ്, കനലരിയും കണ്ണിളയും പടിവത്ത മേനിയുമായി വില്ലേന്തി അമ്പുമായി പായും പെണ്ണ്, അവൾ ഊരിന്റെ ഓമനയാ നീലിപ്പെണ്ണ്. വേദിയിൽ ചെസ് നമ്പർ 3. ഇത് സിംഗിൾ ഡാൻസ് ആണോ ഗ്രൂപ്പ് ആണോ? ചുമ്മാ നൃത്ത മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്തതായി ഫലപ്രഖ്യാപനം. അതിനായി ജഡ്ജസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇവിടെ നടന്ന ഡാൻസ് എല്ലാം തന്നെ വളരെ മനോഹരമായിരുന്നു. ഏതിന് മാർക്കിടണം എന്നൊരു കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും 1ാം സമ്മാനം ചെസ് നമ്പർ 1. അത് നടക്കില്ല പെണ്ണുമ്പിള്ളെ. നിങ്ങളുടെ മോനെ ഇവിടെ കിടന്ന് ചൊല്ലിതീനക്കാരൻ ഉരുണ്ട് പറയുന്ന പോലെ കളിച്ചതാണോ ഡാൻസ്? എന്റെ മോളെ ഫ്രണ്ടിൽ കിടന്ന് കളിച്ചിട്ട് സ്റ്റെപ്പ് കണ്ടോ? അവക്ക് വേണം 1ാം സമ്മാനം കൊടുക്കാൻ. നിന്റെ മോളാണോ ഡാൻസ് കളിച്ചത്? നീ അല്ലേ ഇവിടെ കിടന്ന് കളിച്ചോടി. ശ്രദ്ധിക്കാൻ 2ാം സമ്മാനം. 1ാം സമ്മാനത്തിന് കാര്യങ്ങൾ തീർപ്പായില്ല. ഒന്നര 2ാം സമ്മാനം. അതെ, അനുഭവം എനിക്ക് എന്താണോ പണി? ഞാൻ ഇവിടുത്തെ ജഡ്ജാണോ? അല്ല, കൊണ്ട് വെക്കാട് പിടിക്കാൻ ആരാണോ പിടിച്ചു? എന്റെ ദൈവമേ, കേവലം ഒരു അയൽക്കൂടത്തിന്റെ പരിപാടിക്ക് മാർക്കിടാൻ വന്നിട്ട് എന്റെ സ്ഥിതി ഇതാണെങ്കിൽ സ്കൂൾ മാർക്കിടാൻ പോയിരുന്നെങ്കിൽ എന്റെ ഗതി എന്തായാലേ.